നീലേശ്വരം അച്ചാന്തുരുത്തി കോട്ടപ്പുറം പാലത്തിന് സമീപം നടത്താറുള്ള ഉത്തര മലബാർ ജലോത്സവം ഇത്തവണ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഉൾപ്പെടുത്തി ഒക്ടോബർ 12-ന് നടക്കും. ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി സംഘടക സമിതി രൂപീകരിച്ചു. യോഗം മണ്ഡലം MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇതാദ്യമായാണ് കാസർഗോഡ് ജില്ലയിലെത്തുന്നത്. നീലേശ്വരം അച്ചാന്തുരുത്തി കോട്ടപ്പുറം പാലത്തിന് സമീപം ഒക്ടോബർ 12-നാണ് ജലോത്സവം. ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് വിപുലമായ സംഘടക സമിതി രൂപീകരിച്ചത്. പാലം പരിസരത്ത് നടന്ന സമിതി രൂപീകരണ യോഗം മണ്ഡലം MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഏറെ വർഷക്കാലമായി ജനകീയ പങ്കാളിത്തത്തോടെ വളരെ മികച്ച സംഘാടന മികവും വർദ്ധിത ജനപങ്കാളിത്തവും എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച ഒരു വള്ളംകളി മത്സരമായിരുന്നു തേജസ്വിനി പുഴയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അനുദിനം ഓരോ വർഷം കഴിയുന്തോറും മെച്ചപ്പെട്ട രീതിയിലേക്ക് അതിൻ്റെ ആകർഷകമായ രീതിയിൽ, വർണ്ണാഭമായ രീതിയിൽ നമുക്ക് ഈ ജലോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് മതിയായ സഹായം, സാമ്പത്തിക സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. സ്വാഭാവികം. കാരണം അങ്ങനെ ഒരു വലിയ ശ്രദ്ധയാകർഷിക്കുന്ന അംഗീകൃത വള്ളംകളി മത്സരത്തിൽ പെട്ട ഒന്നായിരുന്നില്ല നമ്മുടെ വള്ളംകളി. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ നമുക്കൊരു സാമ്പത്തിക സഹായം, നമുക്കൊരു മാക്സിമം 5 ലക്ഷം രൂപ, ഈ കഴിഞ്ഞ തവണ നമുക്ക് 4 ലക്ഷം കിട്ടിയിരുന്നു, 5 ലക്ഷം രൂപ എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഈ കഴിഞ്ഞ 2 ടേമിലായിട്ട് ചെയ്തത്. അപ്പൊ അന്ന് മുതൽ നമുക്ക് ഒരു ആഗ്രഹം, ഇത് ഗവൺമെന്റ് തന്നെ വിനോദസഞ്ചാര വകുപ്പ് എന്നുള്ള നിലക്ക് തന്നെ ഏറ്റെടുത്ത് മറ്റ് തെക്കൻ ജില്ലകളിൽ സംഘടിപ്പിക്കുന്നത് പോലെയുള്ള വിപുലമായ മത്സരമായിട്ട് സംഘടിപ്പിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു നമുക്കെല്ലാവർക്കും, നാട്ടുകാർക്കും സ്പോർട്സ് പ്രേമികൾക്കെല്ലാം ഉണ്ടായിരുന്നത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അധ്യക്ഷനായി. അതുപോലെ ഈ വർഷവും എല്ലാ ടൂറിസ്റ്റുകൾക്കും ഇത് വന്ന് കാണുന്ന രീതിയിൽ നാട്ടുകാർ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി നല്ല രീതിയിൽ നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൽ നമ്മുടെ ജില്ലാ ഭരണകൂടവും അതിനുള്ള എല്ലാ ജില്ലാ ഭരണത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളൊപ്പം നിൽക്കുമെന്നാണ് എനിക്ക് ഉറപ്പു തരാനുള്ളത്. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV. ശാന്ത, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV. പ്രമീള, ജില്ലാ പഞ്ചായത്ത് അംഗം CJ. സജിത്ത്, BRDC മാനേജിംഗ് ഡയറക്ടർ ഷിബിൻ പറമ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. അരനൂറ്റാണ്ടിലധികം കാലത്തെ ചരിത്രമുള്ള മലബാറിലെ ആദ്യത്തെ വള്ളംകളി എന്ന പ്രത്യേകതയുള്ള ഉത്തര മലബാർ ജലോത്സവത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഉൾപ്പെടുത്തിയതോടെ വള്ളംകളി നൽകുന്ന ആവേശത്തിനപ്പുറം അനന്തമായ ടൂറിസം സാധ്യത കൂടിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. 1970 മുതൽ നടന്നുവരുന്ന ജലമേള ആദ്യകാലത്ത് തിരുവോണനാളിലാണ് നടത്തിയിരുന്നത്. പിന്നീട് ഗാന്ധി ജയന്തി ദിനത്തിലേക്ക് മാറ്റിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ തോണിയിൽ പുരുഷന്മാർ മാത്രം പങ്കെടുത്ത് നടത്തിയിരുന്ന വള്ളംകളിയിൽ നിന്ന് ചുരുളൻ വള്ളങ്ങളിലേക്കും 15-25 പേരടങ്ങുന്ന ടീമുകളിലേക്കും പുരുഷന്മാരോടൊപ്പം വനിതകളും പങ്കെടുക്കുന്ന ആവേശപൂർവമായ വള്ളംകളിയുടെ പരിണാമഘട്ടത്തിലെ നിർണായകമായ ചുവടുവെപ്പാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഉൾപ്പെടുത്താനുള്ള ടൂറിസം വകുപ്പിന്റെയും സർക്കാരിന്റെയും തീരുമാനം. പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തര മലബാറിലെയും വിശേഷിച്ച് കാസർഗോഡ് ജില്ലയിലെയും ടൂറിസം മേഖലയ്ക്ക് ഗതിവേഗം പകരുന്ന തീരുമാനം കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.